ഹലോ, നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോയാലോ? ഇത് നമ്മുടെ 12ാമത്തെ പാർട്ടാണ്. ശ്രുതി ചേച്ചി, ഞാൻ ഈ ഫയൽ ദേവസാറിന് കൊടുത്ത് സൈൻ വാങ്ങിയിട്ട് വരാം കേട്ടോ. അപ്പോഴേക്കും ബ്രേക്ക് ടൈമായ ചേച്ചി നടന്നു, ഞാൻ ക്യാൻറ്റീനിലേക്ക് വരാം. ഓക്കെ, ശ്രുതി തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ദേവിയുടെ ക്യാബിനിലേക്ക് നടന്നു. മേ കമിൻ സാർ? യെസ് കമിൻ സാർ. ഇത് ഹെവൻ ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഫയലാണ്. സാറിൻ്റെ സൈൻ കിട്ടിയിട്ട് വേണം ഇത് സബ്മിറ്റ് ചെയ്യാൻ. അവൾ കയ്യിലുള്ള ഫയൽ നീട്ടി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഓക്കെ, കൂൾ. താനിങ്ങനെ ചെറിയ കാര്യത്തിനും കൂടെ ടെൻഷനാവല്ലേ. ആ ശ്വാസം ഒന്ന് നേരെ വിട്, എന്നിട്ട് ഇവിടെ ഇരിക്കി. രേവതിയുടെ മുഖഭാവം കണ്ട് ദേവ അത് പറഞ്ഞു. അവൾ ഒരു ചമ്മിയ ചിരിയോടെ ചെയറിലേക്ക് ഇരുന്നു. ദേവ വേഗം തന്നെ ഫയൽ ചെക്ക് ചെയ്ത് സൈൻ ചെയ്ത് രേവതിക്ക് കൊടുത്തു. താങ്ക് യു സാർ. അവൾ ചെയറിൽ നിന്ന് എണീറ്റും ദേവ അവളെ പിന്നിൽ നിന്ന് വിളിച്ചു. എടോ, ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയോ? അവൻ അവളെ നോക്കി ചോദിച്ചു. എന്താ സാർ, എന്താ കാര്യം? താൻ എൻ്റെ മുമ്പിൽ വരുമ്പോൾ എപ്പോഴും എന്തിനിങ്ങനെ നെർവസ് ആവണേ? ഇല്ല സാർ, എനിക്കങ്ങനെയൊന്നുമില്ല. സാറിന് തോന്നിയതാവോ? അവൾ വിക്കി കൊണ്ട് പറഞ്ഞു. ഓഫീസ് റൂം വിട്ട് വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. അവളുടെ ഓട്ടം കണ്ട് ദേവിക്ക് ശരിക്കും ചിരി വന്നിരുന്നു. ദേവു, നീ ക്യാൻറ്റീനിലേക്ക് നടന്നോ, ഞാൻ ഇപ്പം വരാം. നീ എങ്ങോട്ടടി? നീ മറന്നാ രാവിലെ കാലൻ ബ്രേക്ക് ടൈമിലൊന്ന് കാണണമെന്ന് പറഞ്ഞില്ലേ? ഓ, അത് നീ എന്തായാലും നിന്റെ സാറിനെ പോയി കണ്ടിട്ട് വാ, ഞാൻ ഇവിടെ ക്യാൻറ്റീനിലുണ്ടാവും. രേവതി അത് പറഞ്ഞു. പാർവണ നേരെ ശിവയുടെ ക്യാബിനിലേക്ക് നടന്നു. മേ ഐ കമിൻ സാർ? അവൾ ഡോറിനിടയിലൂടെ അകത്തേക്ക് തട്ടിക്കൊണ്ട് ചോദിച്ചു. വരൂ പാർവണ. ആ ക്യാബിനിൽ ശിവയെ കൂടാതെ മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു. ഇരിക്കൂ, ശിവ അത് പറഞ്ഞു. പാർവണ ചെയറിലേക്ക് ഇരുന്നു. പാർവണ, മീറ്റ് മിസ്റ്റർ വിജയ്. വിജയ് നമ്മുടെ കമ്പനിയിലെ പരസ്യങ്ങളുടെ കണ്ടന്റ് ക്രിയേറ്ററാണ്. വിജയ്, ഇത് പാർവണ, നമ്മുടെ കമ്പനിയിലെ പുതിയ സ്റ്റാഫാണ്. ശിവ അവരെ പരസ്പരം പരിചയപ്പെടുത്തി. നിങ്ങളെ ഇവിടെ വിളിപ്പിച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ കമ്പനിയിലെ പുതിയൊരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. അത് കേട്ടതും പാർവണിയും വിജയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. നിങ്ങളുടെ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഈ പ്രോജക്റ്റും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്നല്ലേ? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനു മുമ്പ് ഒരു കണ്ടീഷനുണ്ട്. എന്താ സാർ? വിജയ് ആയിരുന്നു ചോദിച്ചത്. ഈ കാര്യം തികച്ചും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഇത് നമ്മളല്ലാതെ വേറെ ഒരാളും അറിയരുത്. വിജയിന് അറിയാലോ, ഇപ്പോൾ കുറച്ച് കാലങ്ങളായി നമ്മുടെ കമ്പനിയിലെ പല ഡീറ്റെയിൽസും നമ്മുടെ ഓപ്പോസിറ്റ് കമ്പനിയായ ആര്യ ഗ്രൂപ്പിന് ചോർത്തി കൊടുക്കുന്ന കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഈ കമ്പനിയിൽ ഒപ്പം വർക്ക് ചെയ്യുന്നവരോട് പോലും ഈ കാര്യം പറയരുത്. ഞാൻ പാർവണയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ശിവ അവളെ നോക്കി ഗൗരവത്തോട് ചോദിച്ചു. യെസ് സാർ. ഗുഡ്. എന്നാൽ നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മുടെ പുതിയ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർസ് ബേസ്ഡാണ്. നമ്മുടേത് ഒരു ലോ ബഡ്ജറ്റ് പ്രൊജക്റ്റാണ്. കുറഞ്ഞ ചെലവിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ അഗസ്റ്റിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കാണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത് 2000 കോടിയാണ്. നമ്മളെപ്പോലെ കുറേ കമ്പനികൾ ഇത്തരത്തിൽ അഗസ്റ്റിൻ ഗ്രൂപ്പിന് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേറ്റവും കുറഞ്ഞ ചെലവിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമ്പനിയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സെലക്ട് ആയാൽ പിന്നീടുള്ള പ്രോജക്റ്റുകളെല്ലാം നമുക്ക് തന്നെ കിട്ടും. അത് നമ്മുടെ കമ്പനിയുടെ വളർച്ചയ്ക്കും കാരണമാവും. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? അവർ ഇരുവരെയും നോക്കി ശിവ ചോദിച്ചു. യെസ് സാർ, ഞങ്ങൾ ശ്രമിക്കാം സാർ, വിജയ് പറഞ്ഞു. ദാറ്റ്സ് ഗുഡ്. ഞാൻ പറഞ്ഞല്ലോ ലോ ബഡ്ജറ്റാണെന്ന്. അതുകൊണ്ട് നമുക്ക് ഇതിനായി ന്യൂ വർക്കേഴ്സിനെ വേണം. അതിനായി എക്സ്പീരിയൻസ് ഉള്ളവരെ തിരഞ്ഞെടുത്ത് ജോലി കൊടുക്കുമ്പോൾ അവർക്ക് ഉയർന്ന സാലറി കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ബഡ്ജറ്റും കൂട്ടും. ബട്ട് സാർ, ഇങ്ങനെയുള്ള ഒരു മേഖലയിൽ സോഫ്റ്റ്വെയർ റിലേറ്റഡ് അറിവുള്ളവർ വേണമല്ലോ, വിജയ് സംശയത്തോടെ ചോദിച്ചു. അതെ, അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നമ്മളുടെ ഈ അടുത്ത് തന്നെ ആയി 4 എൻജിനീയറിംഗ് കോളേജുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരിട്ട് ചെന്നാണ് സ്റ്റുഡൻസിൽ നിന്നും കഴിവുള്ളവരെ തിരഞ്ഞെടുക്കുന്നത്. ഫ്രഷേഴ്സ് ആയതിനാൽ വലിയ സാലറി വേണ്ടല്ലോ. അത് നല്ലൊരു ഐഡിയ ആണ് സാർ.
പക്ഷേ അത് കോളേജ് മാനേജ്മെൻറ്റ് സമ്മതിക്കുമോ? അതൊക്കെ ഞാൻ ശരിയാക്കാം, പക്ഷേ അതിന് നിങ്ങളുടെ സഹായം എനിക്ക് വേണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾക്ക് പോവാം. ശിവ അത് പറഞ്ഞു വിജയ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. നീ എന്താ പോകുന്നില്ലേ? തൻ്റെ മുമ്പിൽ വാ പൊളിച്ചിരിക്കുന്ന പാർവണിയെ നോക്കി ശിവ ചോദിച്ചു. സാർ, എനിക്കിതൊന്നും അറിയില്ല, പിന്നെന്തിനാ ഞാനിതിൽ? നീ വലുതായി ഒന്നും ചെയ്യണ്ട, വിജയിനെ അസിസ്റ്റ് ചെയ്താൽ മതി. വേണ്ട സാർ, എനിക്ക് പേടിയാ. 200 കോടിയിൽ എത്ര പൂജ്യം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അത് കേട്ട് ശിവ തൻ്റെ മേശയ്ക്ക് മുകളിലിരിക്കുന്ന പേപ്പറിൽ നിന്നും ഒരു A4 ഷീറ്റ് എടുത്ത് അതിലെന്തോ എഴുതി പാർവണിക്ക് നേരെ നീട്ടി. ദാ പോയി എണ്ണി നോക്ക് എത്ര പൂജ്യം ഉണ്ടെന്ന്. കയ്യിലെ പേപ്പർ അവൾക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. സാർ, ഞാൻ നിന്നോട് പുറത്ത് പോകാനല്ലേ പറഞ്ഞേ? ശിവ അലറിയതും അവൾ വേഗം പുറത്തേക്ക് പോയി. നിന്നെന്തിനാ പാർവണ സാറ് വിളിപ്പിച്ചേ? പാർവണ ക്യാൻറ്റീനിലേക്ക് വന്നും ചോദിച്ചു. അത് പിന്നെ പാർവണ എന്തോ പറയാൻ നിന്നുവെങ്കിലും ശിവ ആരോടും പറയരുതെന്ന് പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വന്നു. അതിപ്പോൾ ചോദിക്കാനുണ്ടോ? രാവിലെ ബോധമില്ലാതെ ഫോണിൽ സംസാരിച്ച് നടന്നതിന് വഴക്ക് പറയാനായിരിക്കും. രേവതി അത് പറഞ്ഞു. പാർവണ അത് തന്നെയാണെന്ന് പറഞ്ഞു. അവർ 3 പേരും വേഗം ഭക്ഷണം കഴിച്ച് തിരിച്ച് ഓഫീസിലേക്ക് തന്നെ പോയി. ദേവ, പ്ലീസ് കം ടു മൈ ക്യാബിൻ. ശിവ അത് പറഞ്ഞു ഫോൺ വെച്ചതും ദേവ അവൻ്റെ അടുത്തെത്തിയിരുന്നു. നീ എന്താടാ എൻ്റെ കോളിന് കാത്തിരിക്കുന്ന? കോള് കട്ട് ചെയ്ത് നീ ഇവിടെ എത്തിയല്ലോ. എന്തെങ്കിലും അത്യാവശ്യ കാര്യം പറയാനായിരിക്കുമല്ലോ നീ വിളിപ്പിച്ചത്, അതുകൊണ്ട് വേഗം വന്നതാ. അത് പറഞ്ഞ് ദേവ ചെയറിലേക്ക് ഇരുന്നു. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യം. ഈ പ്രൊജക്റ്റ് വേണോ ശിവ? ഇത് നല്ല റിസ്ക് ഉള്ളതാണ്. അതെങ്ങാനും ഫ്ലോപ്പായ നമ്മുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടെല്ലാം വെറുതെ ആവില്ലേ? ഇതുമായി ഞാൻ മുന്നോട്ട് പോവാണ് ദേവ. ഈ പ്രൊജക്റ്റ് സക്സസ് ആയ നമ്മുടെ കമ്പനി ഒന്നുകൂടെ ഉയരും. അതൊക്കെ ശരിയാണ്, പക്ഷേ വിജയ് അവൻ ഈ പ്രൊജക്റ്റിൽ നീ എന്തിനാ ഉൾപ്പെടുത്തിയേ? അവനാണ് ആര്യ ഗ്രൂപ്പിന് നമ്മുടെ കമ്പനിയിലെ കാര്യങ്ങൾ പകർത്തി കൊടുക്കുന്നതെന്ന് ഒരു സംശയം നീ തന്നെയല്ലേ പറഞ്ഞേ? പിന്നെ എന്തിനാ അവനെ വീണ്ടും? വിജയാണ് ആ സ്പൈ എന്ന് 50% ഉറപ്പേ എനിക്കുള്ളൂ. ഇത് കൺഫേം ചെയ്യാനാണ് ഞാൻ അവനെ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സത്യം അറിയാൻ പറ്റും. ഇത്രയും റിസ്ക് എടുക്കണോ ശിവ? നമുക്ക് ഈ ബിസിനസ് മാത്രം മതി. പിന്നെ നീ ഈ ബിസിനസ്സിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കാനാണോ നിന്റെ തീരുമാനം? നിന്റെ പ്രൊഫഷൻ ഇതല്ല. നീ നിന്റെ പ്രൊഫഷനിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഇല്ല ദേവാ, എനിക്കതിന് കഴിയില്ല. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സത്യയുടെ ഓർമ്മകൾ എന്നെ വേട്ടയാടും. ഇതാവുമ്പോൾ തിരക്കിനുള്ളിൽ അതെല്ലാം കുറച്ച് നേരത്തേക്കെങ്കിലും മറക്കാൻ കഴിയും. എന്താടാ നീ ഇങ്ങനെ പറയണേ? അതിനാണോ നീ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചേ? നോ ദേവ, എന്നെ കൊണ്ട് കഴിയില്ല. പൊത്തിക്കൊണ്ട് ശിവ അലറി. ഓക്കെ ശിവ, കൂൾ. നിന്റെ ഇഷ്ടം അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. ഞാൻ ഒന്നിനും നിന്നെ നിർബന്ധിക്കില്ല. ശിവ ഓരോന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. എന്താടി ചിന്തവിഷ്ടിയായ ശ്യാമളയെ പോലെ നടക്കുന്നേ? ഓഫീസ് വിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നടക്കുന്ന പാർവണിയോടായി രേവതി ചോദിച്ചു. എന്താ ഒരു സുഖമില്ല, വയ്യാത്ത പോലെ? അതെന്താ, പനി വല്ലതുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? രേവതി പാർവണിയുടെ നെറ്റി കൈവച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, പനിയൊന്നുമില്ല. എന്നാ വാ നടക്കണ്ട, ഓട്ടോയിൽ പോവാം. അത് പറഞ്ഞ രേവതി ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. അവരിരുവരും ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോയി. ദേവു, നീ ഉറങ്ങിയാ? ഉറങ്ങുന്ന രേവതിയെ തട്ടിക്കൊണ്ട് പാർവണ ചോദിച്ചു. നിനക്കെന്താടി പിന്നെ വട്ടായ? പാതിരാത്രി കിടന്നുറങ്ങണ ആള് വിളിച്ചിട്ട് ഉറങ്ങിയോന്ന് ചോദിക്കണേ? എനിക്കൊരു കാര്യം പറയാണ്ട് ദേവു. എന്താടി, എന്താ കാര്യം? ഞാൻ ഉച്ചയ്ക്ക് ശ്രദ്ധിച്ചു, മുഖത്താകെ ഒരു വാട്ടം. പാർവണിക്ക് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് രേവതി ചോദിച്ചു. പാർവണ ഓഫീസിൽ വെച്ച് പറഞ്ഞ പ്രോജക്റ്റിനെ കുറിച്ചും മറ്റും രേവതിയോടായി പറഞ്ഞു. അയ്യേ, ഇത്രയും ചെറിയ കാര്യത്തിനാണോ നീ ഇങ്ങനെ മൂഡ് ഔട്ടായിട്ടിരിക്കണേ? അതൊന്നും അത്രയും വലിയ ടെൻഷനുള്ള കാര്യമൊന്നുമല്ലടി. എന്നോട് വെറുതെ അസിസ്റ്റന്റ് ചെയ്യാനല്ലേ പറഞ്ഞേ? അപ്പൊ നീ വെറുതെ അയാളുടെ പിന്നാലെ ഒരു ഫയലും പിടിച്ച് നടന്നാൽ മതി. സോ സിമ്പിൾ. ശരിക്കാണോ?
അതേടി, നീ വെറുതെ പേടിക്കാതെ, ദേവു അവളെ സമാധാനിപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. പുതിയൊരു പാർട്ടായിട്ട് നാളെ വരാം. എല്ലാവരും കമൻ്റ് ഇട്ടോളൂ കേട്ടോ. പിന്നെന്താ, വെള്ളിയൊക്കെ ഉണ്ട്, അതൊന്ന് ക്ഷമിച്ചേരെ. കുറച്ചുകൂടെ ആവുമ്പോഴത്തേക്കും ശരിയാവും എന്ന് വിചാരിക്കാം. അപ്പോൾ ബൈ, താങ്ക് യു.